ഗസ ഇനിയുമെത്ര കരയണം. കവർ സ്റ്റോറി പ്രബോധനം വാരിക. രചന ഡോക്ടർ താജ് ആലുവ. കിഴക്കൻ ജെറൂസലമിലെ ഷേഖ് ജറാഹിൽ യാസിർ കുടുംബത്തെ പുറത്താക്കാൻ ഇസ്രായേലി പോലീസ് വൻ സന്നാഹങ്ങളുമായാണ് വന്നത്. ഉടൻ വീട് വിട്ടൊഴിയാൻ ആവശ്യപ്പെട്ട പോലീസിനോട് ഇത് തലമുറകളായി തങ്ങൾ താമസിക്കുന്ന വീടാണെന്നും ഒഴിയാൻ മനസ്സില്ലെന്നും പറഞ്ഞ യാസിറിനെയും സഹോദരൻ മർവാനെയും പോലീസ് വലിയ ഇരുമ്പുദണ്ടുകൊണ്ട് നിഷ്കരുണം അടിക്കാൻ തുടങ്ങി. ചില പോലീസുകാർ ആ വീട്ടിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിക്കുന്നതിലാണ് ഹരം കണ്ടത്. പേടിച്ചരണ്ട പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചു. പിന്നീട് അവിടെ നടന്നത് ഹൃദയത്തിൽ കരുണയുടെ കണികയില്ലാത്ത പോലീസ് നായാട്ടായിരുന്നു. നിരപരാധികളും നിരായുധരുമായ ആ കുടുംബത്തെ മുഴുവൻ നിമിഷ നേരം കൊണ്ടവർ തല്ലിച്ചതച്ചു. കയ്യും കാലുമൊടിഞ്ഞ ഗൃഹനാഥനും പേടിച്ചരണ്ട സ്ത്രീകളും കുട്ടികളും എങ്ങോട്ടു പോകണമെന്നറിയാതെ തെരുവിൽ അഭയം തേടി. ഇനി അവർക്ക് പോകാനുള്ളത് ഗസയിലെയോ വെസ്റ്റ് ബാങ്കിലെയോ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത മനുഷ്യർ പുഴുക്കളെപ്പോലെ തിങ്ങി നിറഞ്ഞ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാത്രം. കഴിഞ്ഞ 73 വർഷങ്ങളായി ഫലസ്തീനിൽ അരങ്ങേറുന്ന രംഗങ്ങളുടെ തനിയാവർത്തനമായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാനത്തിലും മെയ് ആദ്യത്തിലുമായി ഷേഖ് ജറാഹിലും നടന്നത്. തീവ്ര വലതുപക്ഷ സയണിസ്റ്റുകളുടെ ആവശ്യങ്ങൾക്ക് കുടപിടിക്കുന്ന ഇസ്രായേലി കോടതികളുടെ തിട്ടൂരത്തിന്റെ ബലത്തിൽ ഫലസ്തീനികളുടെ വീടുകളും കൃഷിയിടങ്ങളും അതിക്രമിച്ച് കയ്യേറി അവയെല്ലാം ജൂത കുടിയേറ്റത്തിന് പാകപ്പെടുത്തിയെടുക്കുന്ന കലാപരിപാടിയാണിത്. കിഴക്കൻ ജെറൂസലേമിന്റെ ജനസംഖ്യാനുപാതത്തിൽ മാറ്റം വരുത്താൻ 1967 മുതൽ, അതായത് ജോർദാനിൽ നിന്ന് ജെറൂസലേം കൈവശപ്പെടുത്തിയതു മുതൽ ശ്രമിക്കുന്ന ഇസ്രായേലിന്റെ കുടില ശ്രമങ്ങളുടെ ഭാഗമാണിത്. നേരത്തെ തന്നെ വെസ്റ്റ് ബാങ്കിൽ 3 ലക്ഷത്തിൽ പരം കുടിയേറ്റക്കാരെയും കിഴക്കൻ ജെറൂസലേമിൽ 2 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരെയും നിലനിർത്തിപ്പോരുന്ന ജൂതരാഷ്ട്രത്തിന് അവസാന ഇഞ്ച് ഫലസ്തീൻ ഭൂമിയും കൈവശപ്പെടുത്തുന്നതുവരെ അധിനിവേശം അവസാനിപ്പിക്കാൻ തയ്യാറില്ലെന്നുള്ള നയമാണ് പിന്തുടരാൻ താല്പര്യം. അതിന്റെ തുടർച്ചയാണ് ഷേഖ് ജറാഹിൽ കണ്ടത്. ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ തുടക്കം അന്യായമായ ഈ കുടിയേറ്റത്തിനെതിരെ ഫലസ്തീനികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതാണ്. അതിനു മുമ്പ് തന്നെ മറ്റൊരു പ്രകോപനവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. റമളാനിൽ ഫലസ്തീനികൾ നോമ്പുതുറ സമയത്ത് ഒരുമിച്ച് കൂടുന്ന അൽ അഖ്സ പള്ളിക്കടുത്തുള്ള ദമാസ്കസ് ഗേറ്റിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരെ തടയാൻ ശ്രമിച്ചതാണ് അത്. ഇതിൽ രണ്ടിലും പ്രതിഷേധിക്കാൻ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച മസ്ജിദുൽ അഖ്സ പരിസരത്ത് ഒരുമിച്ചു കൂടിയ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേലി സൈന്യം റബ്ബർ കോട്ടഡ് ബുള്ളറ്റുകളും സ്റ്റൺ ഗ്രാനേഡുകളും തൊടുത്തുവിട്ടതിൽ 200-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് റമളാൻ 28-ന് രാത്രി സൈന്യം മസ്ജിദുൽ അഖ്സയ്ക്ക് അകത്ത് കയറി പള്ളിയിൽ നിശാ നമസ്കാരം നിർവഹിക്കുകയായിരുന്ന വിശ്വാസികൾക്കെതിരെയും നിറയൊഴിച്ചു. ഇതിൽ 300-ൽ പരം പേർക്ക് പരിക്കേറ്റു. തുടർന്ന് ഹമാസ് പിറ്റേ ദിവസം വൈകിട്ട് 6 മണിക്ക് മുമ്പ് പള്ളിയിലും ഷേഖ് ജറാഹിലും തമ്പടിച്ച ഇസ്രായേലി സൈന്യം സ്ഥലം വിട്ടു പോകണമെന്ന് അന്ത്യശാസനം നൽകി. സൈന്യം അതിന് കൂട്ടാക്കാതിരുന്നപ്പോൾ ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചാണ് പ്രതികാരം വീട്ടിയത്. തുടർന്ന് ഗസക്കുമേൽ ഇസ്രായേൽ അതിശക്തമായ വ്യോമ, നാവിക, കര ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഗസയിലെ ഇസ്രായേൽ നരനായാട്ട് ഇതെഴുതുമ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 55 കുട്ടികളും 33 സ്ത്രീകളും ഉൾപ്പെടെ 200-ൽ പരം പേർ കൊല്ലപ്പെടുകയും 1230 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഫലസ്തീനി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. കൂടാതെ ഗസയിൽ മാത്രം 500-ൽ പരം വീടുകൾ തകർക്കുകയും 40,000-ൽ പരം പേർ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ 2 കുട്ടികളടക്കം 10 പേരാണ് കൊല്ലപ്പെട്ടത്. വംശീയ ഉന്മൂലനം ലക്ഷ്യം. ഗസയിലെ ആക്രമണങ്ങളിൽ മരിച്ചവരും പരിക്കേറ്റവരും നിരപരാധികളായ സാധാരണ പൗരന്മാരാണ്. നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ തകർക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുന്നതും മറമാടുന്നതും കരൾ പിളർക്കുന്ന രംഗങ്ങളാണ്. ഈദുൽ ഫിത്ർ ദിവസം ബോംബാക്രമണത്തിൽ ഭാര്യയും 4 മക്കളും നഷ്ടപ്പെട്ട മുഹമ്മദ് അൽ ഹദീദി
ഇസ്രായേലി അതിക്രമത്തിന്റെ ഏറ്റവും വേദനയേറിയ കാഴ്ചയായി. എന്റെ 4 പൊന്നോമന മക്കളാണ് ഈ മരിച്ചു കിടക്കുന്നത്. അനീതി നിറഞ്ഞ ലോകമേ, നിങ്ങൾ ഈ അക്രമങ്ങൾ കണ്ണു തുറന്ന് കാണണം. എന്റെ മക്കൾ സുരക്ഷിതരായി വീട്ടിൽ കഴിഞ്ഞവരാണ്. അവർ ആയുധമെടുത്തവരല്ല. അവർക്ക് ആക്രമണങ്ങളെക്കുറിച്ച് അറിയില്ല. ഈദുൽ ഫിത്തറിന്റെ പുതിയ കുഞ്ഞുടുപ്പുകൾ അണിഞ്ഞ നിലയിലാണ് അവരെ കൊന്നുകളഞ്ഞത്. അൽ ഹദീദി വിതുമ്പി. തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസിന്റെ പോരാളികളെയാണെന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും അത് പൊള്ളയായ വാദമാണെന്ന് ഏവർക്കും അറിയാം. കുഞ്ഞുങ്ങളെ അടക്കം വകവരുത്തിക്കൊണ്ട് ഗസയിലെ ഫലസ്തീനികളെ പാഠം പഠിപ്പിക്കലാണ് ജൂതരാഷ്ട്രത്തിന്റെ ലക്ഷ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമായ ഗസയെ 2005 മുതൽ ശക്തമായ കരനാവിക വ്യോമ ഉപരോധത്താൽ വരിഞ്ഞുമുറുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അവർക്ക് വേണ്ട ഭക്ഷണവും തൊഴിലും ജീവനോപാധികളുമൊക്കെ ജൂതരാഷ്ട്രത്തിന്റെ ഔദാര്യത്തിലാണ്. ദിനേന 3-4 മണിക്കൂറുകളാണ് ആശുപത്രികളിൽ പോലും വൈദ്യുതി ലഭിക്കുന്നത്. ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് ഒരു നിലക്കും സഹിക്കാനാകാത്ത ഉപരോധത്തിന്റെ പിടുത്തത്തിൽ വലയുന്ന ജനതയെയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ബോംബ് വർഷിച്ച് വംശീയ ഉന്മൂലനം എന്ന അജണ്ടയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. എല്ലാ ആക്രമണങ്ങളിലും പിഞ്ചുകുട്ടികളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതും വീടുകളും കൃഷിയിടങ്ങളും തകർക്കുന്നതും പതിവായത് ഇതിന്റെ ഭാഗമാണ്. പാളിപ്പോയ അൽഗോരിതങ്ങൾ. ഇസ്രായേലിന്റെ മാധ്യമ വിരോധവും ഇതുവരെ തങ്ങൾ കുത്തകയാക്കി വച്ചിരുന്ന മീഡിയ മാനിപ്പുലേഷൻ കൈവിട്ടുപോകുന്നതിലെ അസ്കിതിയും ഇപ്പോഴത്തെ സംഘർഷത്തിൽ പ്രകടമായിരുന്നു. ഗസയിലെ വിവരങ്ങൾ വസ്തുനിഷ്ഠമായും സ്വതന്ത്രമായും ലോകത്തിനു മുന്നിൽ എത്തിച്ചിരുന്ന അൽ ജസീറയുടെ ഗസയിലെ ആസ്ഥാനം നിലനിന്നിരുന്ന അൽ ജല ടവർ തകർക്കുന്നതിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അതാണ്. യുദ്ധങ്ങളിൽ ആദ്യം പരിക്കേൽക്കുന്നത് സത്യത്തിനാണെന്ന വാദം ഇത്തവണ അല്പം വ്യതിരിക്തമായതിന് കാരണവും അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളായിരുന്നു. വെറും 1 മണിക്കൂർ മാത്രം സമയം നൽകി അൽ ജസീറ, അസോസിയേറ്റഡ് പ്രസ്, മിഡിൽ ഈസ്റ്റ് ഐ തുടങ്ങിയ മാധ്യമങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ നിലംപരിശാക്കിയത് സത്യം പുറത്തുവരുന്നതിനെ ഇസ്രായേൽ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ്. പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഫലസ്തീനി പോസ്റ്റുകളും അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്തതും ഇതിനിടയിൽ വാർത്തയായി. ഫലസ്തീനികളുടെ ഡിജിറ്റൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന 7 അംലഹ് എന്ന സംഘടന ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഏതാണ്ട് 200ഓളം പരാതികൾ ഇതു സംബന്ധമായി തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ്. തങ്ങളുടെ അൽഗോരിതത്തിലുണ്ടായ മനഃപൂർവ്വമല്ലാത്ത പാളിച്ചയായി ഈ നെറ്റ്വർക്കുകൾ അതിനെ വിശദീകരിച്ചെങ്കിലും അത്തരം പാളിച്ചകൾ ഇസ്രായേലി പക്ഷത്തു നിന്നുള്ള വാർത്തകൾക്കും പോസ്റ്റുകൾക്കും വരാത്തത് ഫലസ്തീനി സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തിയില്ല. അവസാനം ആക്ടിവിസ്റ്റുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇൻസ്റ്റഗ്രാം കിഴക്കൻ ജെറൂസലേമിലെ ഫലസ്തീനികളോട് ക്ഷമാപണം നടത്തുകയുണ്ടായി. പാർശ്വവൽകൃത സമൂഹങ്ങൾക്ക് പ്രാധാന്യപൂർവ്വം സ്പേസ് നൽകണമെന്നും സ്വാതന്ത്ര്യത്തിനും നീതിക്കും മൗലികാവകാശങ്ങൾക്കും വേണ്ടിയുള്ള അവരുടെ മുറവിളികൾ കേൾപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ നയങ്ങൾ രൂപപ്പെടുത്തണമെന്നും ഇലക്ട്രോണിക് ഫ്രണ്ടിയർ ഫൗണ്ടേഷൻ, ജൂവിഷ് വോയിസ് ഓഫ് പീസ് തുടങ്ങിയ സംഘടനകൾ ഈ നെറ്റ്വർക്കുകളോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇസ്രായേൽ എന്ന വംശീയ സ്റ്റേറ്റ്. ഇസ്രായേലിനകത്ത് വളരെ കടുത്ത രീതിയിൽ വ്യവസ്ഥാപിതമായി വംശീയ വിവേചനം നേരിടുന്ന അറബ് സമൂഹവും ഇത്തവണ അതിശക്തമായി ഗസയിലെയും ഷെയ്ഖ് ജറാഹിലെയും ഫലസ്തീനികളോടൊപ്പം നിലകൊണ്ടുവെന്നത് ശ്രദ്ധേയമാണ്. 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ജൂത ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് കിഴക്കൻ ജെറൂസലേമിലെ പ്രദേശങ്ങളിൽ താമസമാക്കിയ ഇവർ സാങ്കേതികമായി ഇസ്രായേലി പൗരന്മാരാണെങ്കിലും ഇവരോടുള്ള നഗ്നമായ വിവേചനം വെളിവാക്കുന്ന ഒട്ടനവധി നിയമങ്ങളാണ് ഇസ്രായേൽ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. 3ാം കിട പൗരന്മാരായി മാത്രം കണക്കാക്കപ്പെടുന്ന ഇവർ പുതിയ പ്രശ്നങ്ങളിൽ തങ്ങളുടെ സഹോദരങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് വമ്പൻ യൂണിറ്റി മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലി സൈന്യം ഇവർക്കെതിരെ ബലപ്രയോഗം നടത്തുകയും 17 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 4200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലി അധിനിവേശ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ മുന്നേറ്റമാണിതെന്നും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ് ഈ സംഭവമെന്നും ഹൈഫയിൽ താമസിക്കുന്ന ഫലസ്തീൻ ആക്ടിവിസ്റ്റ് ലൈല ഹല്ലാഖ് പറയുന്നു. ഇസ്രായേലി അറബികളെന്ന് മുദ്രകുത്തപ്പെട്ട് ദശകങ്ങളായി അവഗണിക്കപ്പെട്ടു കഴിയുന്ന ഇവർ തങ്ങളുടെ ഫലസ്തീനി സ്വത്വം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് ഈ ഐക്യപ്പെടലിലൂടെ കാണുന്നതെന്ന് ലൈല പറയുന്നു.
വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലേമിലും ഗസയിലും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരന്നു കിടക്കുന്ന ഫലസ്തീനികൾ തങ്ങളുടെ മാതൃരാജ്യമെന്ന ഏക ലക്ഷ്യത്തിനു വേണ്ടി പോരാടുന്ന ഈ കാഴ്ച ദുരിതങ്ങൾക്കിടയിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഇസ്രായേലി അറബികളും തീവ്ര വലതുപക്ഷ ജൂതരും തമ്മിൽ അപ്രതീക്ഷിതവും ആകസ്മികവുമായ സംഘടനകൾ കിഴക്കൻ ജെറൂസലമിൽ അരങ്ങേറുകയുണ്ടായി. വ്യാപകമായ തോതിൽ നടന്ന ഈ സംഘടനകളിൽ ഫലസ്തീനികൾക്കാണ് നാശമേറെ സംഭവിച്ചതെങ്കിലും ഇസ്രായേൽ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരർത്ഥത്തിൽ ഇസ്രായേൽ മുഴുവൻ കത്തിയെരിയുന്ന പ്രതീതിയാണ് അത് ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ടത്താപ്പും ഇതിനിടയിൽ വെളിവായി. ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് വിവിധ രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പലതവണ UN സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ പോലുമോ കൗൺസിലിന് കഴിഞ്ഞില്ല. അത്തരം ശ്രമങ്ങളെല്ലാം അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഇസ്രായേലിന് അനുകൂലമായി നിലപാടെടുക്കുന്ന അമേരിക്കയാണ് UN സുരക്ഷാ കൗൺസിലിന്റെ ഐക്യം തകർക്കുന്നതെന്ന് ചൈന കുറ്റപ്പെടുത്തി. ഇസ്രായേലിന്റെ സുരക്ഷ പ്രധാനമാണെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ആ രാഷ്ട്രത്തിനുണ്ടെന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന അമേരിക്ക പക്ഷേ 200-ലധികം ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങൾ പുല്ലുപോലെ വലിച്ചെറിയുന്ന സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു. ഈ പ്രമേയങ്ങളുടെ ആകത്തുക 1967 അതിർത്തികളിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങണമെന്നതായിരിക്കെ നിരന്തരമായി കുടിയേറ്റം വ്യാപിപ്പിക്കുകയും ഫലസ്തീനി ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്രായേലി നയത്തെ ഈ സംഘർഷങ്ങളുടെ മൂല കാരണമായി കണക്കാക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമടക്കമുള്ള വൻ ശക്തി രാഷ്ട്രങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതാണ് ഫലസ്തീൻ പ്രശ്നത്തെ ഇത്രയധികം വഷളാക്കുന്നത്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ജൂതർക്ക് മാത്രം വകവെച്ചു കൊടുക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളെയടക്കം തൊക്കിനും ബോംബിനും ഇരയാക്കുകയും ഏതു സമയത്തും ഫലസ്തീനി ഭൂപ്രദേശങ്ങളിൽ കടന്നു ചെന്ന് തോന്നുന്നവരെ കൊല്ലുകയും തോന്നുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന ജൂതരാഷ്ട്രത്തിന്റെ കൈ പിടിക്കാതെ ഹമാസിന്റെ റോക്കറ്റുകളെ മാത്രം പ്രശ്നവൽക്കരിക്കുന്ന ഒരു ഭാഗം ചെരിഞ്ഞ നീതിബോധമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇസ്രായേൽ ജയിക്കാത്ത യുദ്ധം. ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നതെങ്കിലും ഫലസ്തീനികളുടെ മനോധൈര്യത്തെയും എന്തു വില കൊടുത്തും അധിനിവേശത്തെ ചെറുത്തുനിൽക്കാനുള്ള അവരുടെ ഇച്ഛാശക്തിയെയും തോൽപ്പിക്കാൻ ജൂതരാഷ്ട്രത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഹമാസിൽ നിന്ന് ഇപ്പോൾ നേരിടുന്നത് ഗസയിൽ നിന്നുള്ള എക്കാലത്തെയും ഉയർന്ന തോതിലുള്ള റോക്കറ്റ് ആക്രമണമാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് സമ്മതിക്കേണ്ടി വന്നത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ മേജർ ജനറൽ ഒറി ഗോൾഡൻ ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ ഫാരറ്റ്സ് പത്രത്തിൽ എഴുതിയ കോളത്തിൽ പത്രത്തിന്റെ ബോർഡ് മെമ്പർ കൂടിയായ ഗഡിയോൺ ലെവി ഈ യുദ്ധം ഇസ്രായേലിനാണ് കൂടുതൽ നഷ്ടം വരുത്തിവെച്ചതെന്ന് പറയുന്നുണ്ട്. വെറും $300 മാത്രം ചെലവ് വരുന്ന ഹമാസിന്റെ റോക്കറ്റിനെ പ്രതിരോധിക്കാൻ $50,000 ചെലവാക്കുന്ന വിരോധാഭാസം മാത്രമല്ല, ഫലസ്തീനികളുടെ അവകാശങ്ങളെക്കുറിച്ച് മേഖലയിലെ ജനങ്ങൾ കൂടുതൽ അവബോധമുള്ളവരാകുന്നു എന്നത് ഇസ്രായേലിനെ കൂടുതൽ അരക്ഷിതരാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ജനങ്ങളാൽ വെറുക്കപ്പെട്ടു കഴിഞ്ഞ അറബ് ഭരണാധികാരികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇളക്കം തട്ടാമെന്നും അമേരിക്ക പോലും ഏതു സമയത്തും കാലുമാറിയേക്കാമെന്നും അത് ഇസ്രായേലികളുടെ അവസ്ഥ പരിതാപകരമാക്കുമെന്നും ലെവി അഭിപ്രായപ്പെടുന്നു. അമേരിക്കൻ ഭരണകൂടം എപ്പോഴും ഇസ്രായേലിനൊപ്പമാണെങ്കിലും പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 28 സെനറ്റർമാരും സ്വതന്ത്ര സെനറ്റർ ബെർണി സാൻഡേഴ്സിനെ പോലുള്ളവരും ഭരണകൂടത്തിന്റെ നിലപാടുകളോട് ശക്തമായി വിയോജിക്കുന്നവരാണ്. ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന പതിവ് പല്ലവി അമേരിക്ക ഇനി ആവർത്തിച്ചു പോകരുതെന്ന് സാൻഡേഴ്സ് താക്കീത് നൽകുന്നു. അപ്പോൾ ഫലസ്തീനികളുടെ അവകാശങ്ങളെക്കുറിച്ച് നാം എന്തു പറയും? അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടേതൊരു വിശ്വസനീയമായ ശബ്ദമായി മാറണമെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പില്ലാത്ത അന്താരാഷ്ട്ര നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം തയ്യാറാകണം. ഫലസ്തീനിന്റെ അവകാശങ്ങൾ പ്രധാനമാണ്. ഫലസ്തീനി ജീവിതങ്ങൾ പ്രധാനമാണ്. ഇത് നാം ഉറക്കെ പറയണം. $4 ബില്യൺ സൈനിക സഹായം നാം ഇസ്രായേലിന് നൽകുന്നുവെങ്കിൽ തികഞ്ഞ വംശീയവാദിയായ നെതന്യാഹുവിന്റെ ജനാധിപത്യ മനുഷ്യാവകാശ വിരുദ്ധമായ നയങ്ങളെ നാം തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്, സാൻഡേഴ്സ് എഴുതി.
വിവിധ ലോക നഗരങ്ങളിൽ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഭീകരാക്രമണങ്ങൾക്കെതിരെ പടുകൂറ്റൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. ന്യൂയോർക്ക്, ലണ്ടൻ, കേപ്പ് ടൗൺ, ഓക്ലൻഡ്, പാരീസ്, വിയന്ന, സിഡ്നി, ടോക്കിയോ, ടൊറന്റോ, റോം തുടങ്ങിയ നഗരങ്ങളിലൊക്കെ പതിനായിരങ്ങൾ ഇസ്രായേലിനെതിരെ തെരുവിലിറങ്ങി. ദോഹയിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ പങ്കെടുത്തു. തികച്ചും അനീതിപരവും ആക്രമണോത്സുകവുമായ അധിനിവേശ കുടിയേറ്റ നടപടികളിലൂടെ ഇസ്രായേലിന് ഇനിയും മുന്നോട്ടു പോകാനാവില്ലെന്ന് തന്നെയാണ് സംഭവങ്ങളെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന എല്ലാവരും വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ പിടിവാശിയിലൂടെ സമാധാന സംഭാഷണങ്ങൾ നിലച്ചിരിക്കുകയാണെങ്കിലും അന്തിമമായി ജൂതരാഷ്ട്രത്തിന് അതിന് വഴങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുവരെ ഫലസ്തീനികൾക്ക് മുമ്പിൽ ഒരേയൊരു പോംവഴിയേയുള്ളൂ: അതിശക്തമായ ചെറുത്തുനിൽപ്പ്. നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001-952-6633-787.